നമസ്കാരം. സ്വാതന്ത്ര്യം തന്നെ അമൃതം. സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ്. അതിന്റെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാനും മഹത്വം കാത്തുസൂക്ഷിക്കാനും ഓരോ പൗരനും കഴിയണം. 80ാം സ്വാതന്ത്ര്യ ദിനത്തിലും വന്ദേ മാതരം വിവാദം ഒഴിയുന്നില്ല. കോൺഗ്രസ് ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. സോണിയയും ഖർഗെയും ഇടപെട്ടിട്ടും വന്ദേ മാതരം മുഴുവൻ ആലപിച്ചത് കോൺഗ്രസിന് ക്ഷീണമായി. ആലാപനം സോണിയ തടഞ്ഞതല്ലെന്നും ഖർഗെയ്ക്ക് കസേര കൊണ്ടുവരാൻ പറഞ്ഞതാണെന്നും വിചിത്രവാദമുയർത്തി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ്. പ്രേക്ഷകർക്ക് ടോപ്പ് 10ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച രാജ്യം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദേശം. 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്കാണ് യാത്രയെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമെന്നും പ്രധാനമന്ത്രി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചു. AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. വന്ദേ മാതരം മുഴുവനായി പാടി. നേതാക്കൾ ഇടപെട്ടിട്ടും ആലാപനം നിർത്തിയില്ല. പാടിയത് പുറത്തുനിന്നുള്ള ഗായകരെന്നും കൃത്യമായ നിർദ്ദേശം നൽകാത്തത് വീഴ്ചയെന്നും നേതാക്കൾ. സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ വന്ദേ മാതരം ആലപിച്ചില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരേ സമയം ദേശീയ ഗാനവും വന്ദേ മാതരവും ആലപിച്ച അംഗങ്ങൾ. ഭാരതം എന്ന അമ്മയെ അറിയാത്തവരാണ് വന്ദേ മാതരത്തെ എതിർക്കുന്നതെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പതാക ഉയർത്തി. പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പോലീസ് സേനാ മെഡലുകൾ സമ്മാനിച്ചു. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസ് 4500 രൂപ. ബോണസ് ഇല്ലാത്തവർക്ക് 3000 രൂപ പ്രത്യേക ഉത്സവ ബത്ത. എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ അഡ്വാൻസ്. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്തതിന് പിന്നിൽ സാങ്കേതിക പിഴവെന്നും മെറ്റ. പോസ്റ്റുകൾ നീക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിശദീകരണം. മെറ്റയുടെ മറുപടി കേരള പോലീസ് വിശദീകരണം തേടിയതിനെ തുടർന്ന്. മെസ്സിയെ എത്തിക്കാമെന്ന് പറഞ്ഞുള്ള പണ ഇടപാടിലെ നികുതി വെട്ടിപ്പിൽ അന്വേഷണം. സ്പോൺസർ 22,68,00,000 രൂപ സേവന നികുതി അടയ്ക്കാത്തത് GST പ്രത്യേക സംഘം അന്വേഷിക്കും. കർണാടകയിലെ ചാമരാജ് നഗറിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിവെപ്പ്. 3 മരണം. കൊല്ലപ്പെട്ടത് കാവേരി വന്യജീവി സങ്കേതത്തിൽ വേട്ടയ്ക്കെത്തിയവർ എന്ന അധികൃതർ. വനം വകുപ്പ് ഓഫീസ് നാട്ടുകാർ അടിച്ചു തകർത്തു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. ഗാലെ ടെസ്റ്റിൽ ആദ്യ ദിനം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. KL രാഹുൽ 77 റൺസുമായി റിട്ടയർഡ് ഹർട്ടായി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 16 റൺസ് എടുത്ത് പുറത്ത്. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയ തുടക്കം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ വെയിൽസിനെ 3-1 തോൽപ്പിച്ചു. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. 47 മരണം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. സ്റ്റോറി ഓഫ് ദ ഡേ. യാത്ര പോകാം ചന്തത്തിന്റെ കൂട്ടിലേക്ക്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങി. രാജ്യം പ്രതീക്ഷയോടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത രാജ്യമെന്ന സ്വപ്നത്തിലേക്കാണ് ഇന്ത്യയുടെ യാത്ര. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സ്വയം പര്യാപ്തത കൈവരിക്കാനായെന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി.
സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങി. വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ ഇത്തവണ വന്ദേമാതരം ആലപിച്ചു. തുടർന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ലക്ഷ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ആത്മനിർഭർ ഭാരത് എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. യുവശക്തിയാണ് രാജ്യത്തിൻ്റെ കരുത്ത്. 2047 വികസിത രാജ്യമെന്ന സ്വപ്നം കൈവരിക്കണമെന്നും അതിനായി രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് താമസം, കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭരണഘടനയാണ് സർക്കാരിന് വഴികാട്ടുന്നത്. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ആദ്യമായാണ് രാജ്യം ഇത്തരത്തിൽ സമഗ്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत का वाइब्रेंट लोकतंत्र है, भारत का मजबूत न्यायतंत्र है और हम सबको दिशा देने वाला भारत का संविधान है. और अब दुनिया हमारे इन सामर्थ्य को पहचानने लगी है और इसलिए 2014 के बाद दुनिया करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा है. अब देखिए कितना बड़ा अवसर आया है. लेकिन ये जो ट्रेड एग्रीमेंट्स हुए हैं ये एक बहुत बड़ा अवसर है और इसलिए खास करके मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है. दुनिया में हमें पहुंचना है. भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे. കൃഷി മുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ വരെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം ഉറപ്പാക്കും. അടുത്ത 1 വർഷം 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യമില്ലാതെ ഇന്ത്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ്. നമ്മുടെ കഴിവിൽ വിശ്വസിക്കണമെന്നും വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വന്ദേമാതരത്തിൻ്റെ 150 വർഷത്തെ പാരമ്പര്യം യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തിലായിരുന്നു ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങുകളിൽ 5000-ലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്തു. ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിട്ടുനിന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് നാടകീയ രംഗങ്ങളാണ് കണ്ടത്. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷമാണ് പതാക ഉയർത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ അല്ല വന്ദേമാതരം പാടിയതെന്നും വന്ദേമാതരത്തെ തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല എന്നുമാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. വന്ദേമാതരം പാടുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും വന്ദേമാതരം പാടിക്കഴിഞ്ഞ ശേഷമാണ് പതാക ഉയർത്തിയത്. രാഹുൽ ഗാന്ധിയും വേദിയിലുണ്ടായിരുന്നു.
കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. നേരത്തെ വന്ദേമാതരത്തെ അപമാനിച്ചാൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെയും കോൺഗ്രസ് പാർലമെന്റിൽ എതിർത്തിരുന്നു. അതേസമയം പാർട്ടി ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല എന്ന വിശദീകരണമാണ് നേതാക്കൾ നൽകിയത്. വന്ദേമാതരത്തെ ആരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്നും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവും ആലപിച്ച അംഗങ്ങൾ. മേയറുടെ നേതൃത്വത്തിൽ LDF അംഗങ്ങൾ ദേശീയഗാനവും BJP കൗൺസിലർമാർ വന്ദേമാതരവും ആലപിക്കുകയായിരുന്നു. രണ്ട് വിഭാഗവും ഒരേ സമയം ഗാനം ആലപിച്ചു. BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിച്ചപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ദേശീയഗാനം പാടി അവസാനിപ്പിച്ച് തിരിഞ്ഞു നടന്നു. ആ സമയവും BJP അംഗങ്ങൾ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുകയായിരുന്നു. ഭാരതം അമ്മയായതിനാലാണ് വന്ദേമാതരം പാടുന്നതെന്ന് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ. അമ്മ ആരാണ് എന്ന് അറിയാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട് മാറുകയാണ്, അവരും മാറുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘടിപ്പിച്ച സങ്കല്പ് യുവ സംഗമം എന്ന പരിപാടിയിലാണ് VCയുടെ പരാമർശം. അമ്മ ആരാണെന്ന് അറിയുന്ന ആളുകൾ, അമ്മ എന്താണെന്ന് അറിയുന്ന ആളുകൾ വന്ദേമാതരം എന്ന് തന്നെ എപ്പോഴും പറയും. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് RSS സംഘചാലകൻ ഡോക്ടർ മോഹൻ ഭഗവത്. ഡോക്ടർ BR അംബേദ്കർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതു താൽപര്യം മുൻനിർത്തി ചോദ്യങ്ങൾ ഉയരുന്നതും സംവാദങ്ങളും ജനാധിപത്യത്തിൽ ആവശ്യമാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നിലനിൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും അതിനെ സമൃദ്ധവും സുരക്ഷിതവും സമ്പന്നവുമാക്കുക എന്ന ദൗത്യം ഇനിയും ബാക്കിയാണെന്നും നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷമുള്ള ചടങ്ങിൽ മോഹൻ ഭഗവത് പറഞ്ഞു. प्रजातंत्र है, इसलिए इसमें संवाद होता है, शास्त्रार्थ होता है, पूर्व पक्ष उत्तर पक्ष होता है, उसमें परस्पर विरोधी दृष्टिकोण भी आते हैं, विरोध करना भी पड़ता है. हितकारी प्रश्न जब उठाते तो जोर से उठाना पड़ता है, उस पर कृत्य हो इतना बल लगाना पड़ता है. आंदोलन होते सब होते हैं, लेकिन करते समय ध्यान में रखना, संविधान निर्माताओं ने देश की संसद को संविधान प्रदत्त करते समय जो 2 भाषण दिए हैं डॉक्टर बाबा साहब आम्बेडकर ने, സ്വാതന്ത്ര്യദിനം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ച സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചില്ല. പ്രളയത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്ത് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തിയത്. ഇതേസമയം വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. പ്രോട്ടോകോൾ തീരുമാനം പോലെ വന്ദേമാതരത്തിന്റെ ആലാപനം ചടങ്ങിൽ ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രി പരേഡ് പരിശോധിച്ചതിനു ശേഷം വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ അഭിവാദ്യം സ്വീകരിച്ചു. യദു ഗോവിന്ദ് നയിക്കുന്നു. ലീഡിംഗ് കാഡറ്റ് നിവേദ്യ ആർ സുനിൽ നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ് ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പ്രളയത്തെ അതിജീവിക്കാൻ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദുരന്ത മുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.
നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും. ക്ഷേമ പ്രവർത്തനങ്ങൾ ഔദാര്യമല്ല, അവകാശമാണ്. പുതുതലമുറയ്ക്ക് സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയണം. ലഹരി എന്ന വിപത്തിനെ പടിയിറക്കണമെന്നും ഇവ സർക്കാരിന്റെ മുൻഗണന പട്ടികയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രധാന നേതാവിന് പോലും വിവേചനം നേരിടേണ്ടി വന്നതായി ഖാർഗെയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പറഞ്ഞു. യുവത രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തവരല്ലെന്നും തിരുത്തൽ ശക്തിയാകാൻ അവർക്ക് കഴിയുമെന്നും അതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. തുടർന്ന് NCC അശ്വാരൂഢ സേനയുടെ അഭ്യാസ പ്രകടനവും വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. Corporal Anvia on Prithvi, Cadet Nivedita on Aman. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ ആസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിവിധ മന്ത്രിമാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മന്ത്രി ഷിബു ബേബി ജോൺ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജൻസി സമരം വിജയകരമായി പര്യവസാനിച്ചതായും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത വീണ്ടും തെളിഞ്ഞതായും മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് പതാക ഉയർത്തി സേനകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ പുരോഗതി എന്നിവയിൽ ഒന്നാമതായിരുന്ന കേരളം കഴിഞ്ഞ കാലങ്ങളിൽ പിന്നോട്ടു പോയെന്ന് മന്ത്രി മോൻസ് ജോസഫ് ആരോപിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും നീതി നടപ്പാക്കുന്ന ഭരണവ്യവസ്ഥിതി തിരികെ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി അനൂപ് ജേക്കബ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി PC വിശ്വനാഥ് അഭിവാദ്യം സ്വീകരിച്ച സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് എന്നീ വകുപ്പുകളും SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC ബാൻഡ് ഉൾപ്പെടെ 22 പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യാഘോഷത്തിൽ മന്ത്രി M. ലിജു ദേശീയ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ ഷാജി V. നായർ, ജില്ലാ പോലീസ് മേധാവി വിഷ്ണു എന്നിവർ വിവിധ സേനകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി റോജി M. ജോൺ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ G. പ്രിയങ്ക, സിറ്റി പോലീസ് കമ്മീഷണർ P. കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദേശ ഭരണത്തിൽ നിന്ന് മാത്രമല്ല, വിവേചനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് നാം നേടിയതെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. തൃശൂരിൽ മന്ത്രി OJ ജനീഷ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി PK ബഷീർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ലെന്നും ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള അവകാശം കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ജില്ലാതല പരേഡും ചടങ്ങുകളും കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടന്നു. വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ഉപഹാരങ്ങൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി KM ഷാജി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സായുധ പോലീസ്, എക്സൈസ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പരേഡിൽ അണിനിരന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. 80ാം സ്വാതന്ത്ര്യദിനം അമൃതപുരി ആശ്രമത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന CRPF 247 ബറ്റാലിയന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. സ്വാമി ശുഭാമൃതാനന്ദപുരി ദേശീയ പതാക ഉയർത്തി. CRPF ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡ് മനോജ്, ഇൻസ്പെക്ടർ സുബീഷ്, SI ജോയി, ASI അനിൽ എന്നിവർ നേതൃത്വം നൽകി.
രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് അമൃത ടിവിയും തിരുവനന്തപുരം കൊച്ചി ഓഫീസുകളിൽ വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് ഓഫീസിൽ അമൃത ടിവി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ TN കൃഷ്ണചന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. വിവിധ വകുപ്പ് മേധാവികളും ജീവനക്കാരും പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി മധുരവും വിതരണം ചെയ്തു. കൊച്ചി വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിൽ അമൃത ടിവി ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ പതാക ഉയർത്തി. പ്രോഗ്രാം ന്യൂസ് വിഭാഗങ്ങളിലെ ജീവനക്കാർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേർന്നു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് UAE-യിലെ പ്രവാസ ലോകം വിപുലമായ ചടങ്ങുകളോടെയായിരുന്നു അബുദാബി ഇന്ത്യൻ എംബസിയിലെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെയും ആഘോഷ പരിപാടികൾ. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്നത്. അബുദാബി ഇന്ത്യൻ എംബസിയിലും GCC-യിലെ മറ്റ് വിവിധ ഇന്ത്യൻ എംബസികളിലും വർണ്ണാഭമായ ആഘോഷ പരിപാടികളും അരങ്ങേറി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി പേരാണ് രാവിലെ മുതൽ എംബസിയിലേക്കും കോൺസുലേറ്റിലേക്കും എത്തിച്ചേർന്നത്. അബുദാബിയിൽ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലും ദുബായിൽ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡിയും പതാക ഉയർത്തി. തുടർന്ന് ഇരുവരും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിനായി എല്ലാ ഇന്ത്യക്കാരുടെയും പിന്തുണ അനിവാര്യമാണെന്ന് വിഷ്ണുവർദ്ധൻ റെഡ്ഡി പറഞ്ഞു. We are in Amrit Kal and it is important for all of us, whether we live in India or abroad, to contribute to that goal and see that all our efforts are directed to the Viksit Bharat objectives. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 15th ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻസ് ആയിട്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യദിനം നാട്ടിൽ നിന്ന് മാറി ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വല്ലാത്തൊരു ദേശസ്നേഹവും ഒരു സ്പിരിറ്റും തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു സെലിബ്രേഷനാണ് ഇവിടെ ഇന്ത്യൻ കൗൺസിലേറ്റ് വെച്ച് നടന്നത്. രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചതിന് പിന്നാലെ ദുബായിൽ ലളിതമായ കലാപരിപാടികളും അരങ്ങേറി. ക്യാമറമാൻ ജെറിൻ ജേക്കബിനൊപ്പം വിപിൻ ദാസ് CP, അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലും ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ചുട്ടുപൊള്ളുന്ന ചൂടിനെയും ഈർപ്പത്തെയും അവഗണിച്ചാണ് സ്വദേശികൾ അടക്കം ആയിരങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ എത്തിയത്. രാവിലെ 7 മണിക്ക് എംബസി അങ്കണത്തിൽ അംബാസിഡർ പരിമിത ത്രിപാഠി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള സ്മാരക ശിലാഫലകത്തിലും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് വന്ദേമാതരം ആലാപനത്തിന് ശേഷം സ്ഥാനപതി ദേശീയ പതാക ഉയർത്തി. ദേശീയഗാന ആലാപനത്തിന് ശേഷം വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന് കീഴിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങളും സമഗ്ര വികസനത്തിലേക്കുള്ള തുടർച്ചയായ പ്രയാണവും ഉൾപ്പെടുന്ന രാഷ്ട്രപതി സന്ദേശം അംബാസിഡർ വായിച്ചു. പരസ്പര ബഹുമാനവും സദ്ഭാവനയും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിവരയിടുന്ന ഇന്ത്യ കുവൈറ്റ് സൗഹൃദത്തെക്കുറിച്ച് സ്ഥാനപതി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി മൈ ഇന്ത്യ മൈ സ്റ്റോറി ക്രിയേറ്റീവ് ക്യാമ്പയിൻ, ഇന്ത്യ ത്രൂ മൈ ലെൻസ് ഫോട്ടോഗ്രാഫി മത്സരം, പെയിൻറ് യുവർ വിഷൻ ഓഫ് വികസിത് ഭാരത് 2047 പെയിൻറ്റിംഗ് മത്സരം എന്നിവ എംബസി സംഘടിപ്പിച്ചിരുന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതികരണമാണ് ഈ മത്സരങ്ങൾക്ക് ലഭിച്ചത്. 3 മത്സരങ്ങളിലെയും വിജയികൾക്ക് അംബാസിഡർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും
രാജ്യസ്നേഹം തുളുമ്പുന്ന നിരവധി പേർ ഇവിടെ പങ്കെടുക്കുകയും ഈ ഒരു പരിപാടി വൻ വിജയമാക്കുകയും ചെയ്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രാജ്യം ഭാരതം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്രയും ഇന്ത്യക്കാരെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ കഴിയുന്നത് വളരെ ഒരു ആവേശവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പക്ഷേ ഒരു ദുഃഖകരമായ കാര്യം, ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തുകൂടുന്ന ഈ ഇന്ത്യൻ എംബസിയുടെ ഈ സ്വാതന്ത്ര്യ ആഘോഷ വേദിയിൽ വളരെ കുറച്ച് മലയാളികളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമായിട്ട് അവശേഷിക്കുകയാണ്. അത് വളരെ വേദനയോടെ ഞാൻ പങ്കുവെക്കുകയാണ് ആ ഒരു വിവരം. മനോഹരമായിട്ട് ഈ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിനും ഇന്ത്യൻ എംബസിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ഈ സുദിനത്തിൽ ഇന്ത്യൻ എംബസിയുടെ അങ്കണത്തിൽ നിന്നും അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ഓണം കളറാക്കാൻ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ചു. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3000 രൂപ ലഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20000 രൂപ അഡ്വാൻസും അനുവദിച്ചു. 50,000 രൂപയിൽ താഴെ ശമ്പളമുള്ളവർക്ക് 4500 രൂപയാണ് ബോണസ്. ആശാവർക്കർമാർക്ക് 1450 രൂപ ഉത്സവ ഭത്ത, ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 3000 രൂപ ഉത്സവ ഭത്ത അനുവദിക്കാനും തീരുമാനമായി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപയും പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് 6000 രൂപയുമാണ് അഡ്വാൻസ് അനുവദിച്ചിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ഭത്ത ലഭിക്കും. ഉത്സവ ഭത്ത വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി വി ഡി സതീഷിനെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി മെറ്റ. പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരുടെയും രാഷ്ട്രീയ നിർദ്ദേശപ്രകാരമല്ലെന്നും സാങ്കേതിക പിഴവാണെന്നും മെറ്റ അറിയിച്ചു. സംഭവത്തിൽ കേരള പോലീസിന്റെ സൈബർ വിഭാഗം കമ്പനിയോട് വിശദീകരണം തേടിയിരുന്നു. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതടക്കമുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തതിൽ കേരള പോലീസ് വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് കമ്പനിയുടെ വിശദീകരണം. പോസ്റ്റുകൾ നീക്കം ചെയ്തത് ആരുടെയും രാഷ്ട്രീയ നിർദ്ദേശപ്രകാരമല്ലെന്നും മറിച്ച് കമ്പനിയുടെ AI സോഫ്റ്റ്വെയർ അപ്ഡേഷനിടെ സംഭവിച്ച സാങ്കേതിക പിഴവ് മാത്രമാണെന്നുമാണ് മെറ്റ വ്യക്തമാക്കിയത്. മെറ്റയുടെ ഇന്ത്യൻ നോഡൽ ഓഫീസറാണ് സൈബർ ഡിവിഷനെ വിവരമറിയിച്ചത്. പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള സാഹചര്യമാണ് പോലീസ് മെറ്റയോട് ചോദിച്ചത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഉള്ളടക്കങ്ങൾ തടയപ്പെട്ടിട്ടുണ്ടെന്നും മെറ്റ വ്യക്തമാക്കി. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായും നീക്കം ചെയ്യപ്പെട്ട എല്ലാ പോസ്റ്റുകളും ഇതിനോടകം പുനഃസ്ഥാപിച്ചതായും മെറ്റ ഔദ്യോഗികമായി അറിയിച്ചു. മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പോസ്റ്റുകൾ അപ്രത്യക്ഷമായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകിയും GST വെട്ടിപ്പ്. സ്പോൺസർ 22,68 ലക്ഷം രൂപ സേവന നികുതി അടയ്ക്കാത്തതിൽ അന്വേഷണം. GST നിയോഗിച്ച പ്രത്യേക സംഘം തിങ്കളാഴ്ച അന്വേഷണം ആരംഭിക്കും. 2025 ജൂണിലാണ് ഇടപാടിൽ സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയത്. ഡെപ്യൂട്ടി കമ്മീഷണർ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് തിങ്കളാഴ്ച മുതൽ അന്വേഷണം ആരംഭിക്കുക. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കമ്പനി നടത്തിയ 126 കോടിയുടെ വിദേശ വിനിമയ ഇടപാടിന് 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് അന്വേഷണം. സേവന നികുതി അടച്ചില്ലെന്ന് നികുതി വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് ഓഫീസ് സ്പോൺസർക്ക് 5 തവണ നോട്ടീസ് നൽകിയിരുന്നു. ഓഗസ്റ്റിൽ സ്പോൺസർ കമ്പനി ഉടമകൾ ഹാജരായെങ്കിലും രേഖകൾ കൈമാറിയിരുന്നില്ല. വിഷയം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷണത്തിലുണ്ടായ അനാസ്ഥകളെക്കുറിച്ച് പ്രത്യേകം പരിശോധിക്കുമെന്നും സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കർണാടകയിൽ കാവേരി വന്യജീവി സങ്കേതത്തിലുണ്ടായ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. കാടിനുള്ളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വെടിയുതിർത്തത്. കൊല്ലപ്പെട്ടവർ 3 പേരും മൃഗങ്ങളെ വേട്ടയാടാൻ എത്തിയവരെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. എന്നാൽ പ്രകോപിതരായ നാട്ടുകാർ വനംവകുപ്പ് ഓഫീസിന് നേരെ ആക്രമണം നടത്തി. ചാമരാജ് നഗർ ജില്ലയിലെ ഹാനൂർ മേഖലയിലെ കാവേരി വന്യജീവി സങ്കേതത്തിനകത്ത് പുലർച്ചെയാണ് വെടിവെപ്പ് നടന്നത്. തൊമ്മിയാർപാളയ സ്വദേശികളായ അന്തോണി സ്വാമി, പീറ്റർ, കുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 3 പേരും വേട്ടയ്ക്കായി വനത്തിലെത്തിയവരാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. വനത്തിൽ 3 പേരും വന്യമൃഗങ്ങളെ വേട്ടയാടുമ്പോഴാണ് വെടിവെപ്പുണ്ടായതെന്നാണ് കർണാടക ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്.
ആയുധങ്ങൾ താഴ്വെച്ച് കീഴടങ്ങാൻ വനപാലകർ ആവശ്യപ്പെട്ടെങ്കിലും അവർ ഉദ്യോഗസ്ഥർക്കു നേരെ വെടിയുതിർത്തു എന്നും ഇതേ തുടർന്ന് നടത്തിയ വെടിവെപ്പിൽ 3 പേരും കൊല്ലപ്പെട്ടു എന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ഇവരിൽ നിന്ന് മാനിറച്ചിയും തോക്കും കണ്ടെടുത്തു. വെടിവെപ്പ് വാർത്ത പുറത്തു വന്നതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് നടന്നത്. ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ ഓഫീസ് കെട്ടിടവും ഉപകരണങ്ങളും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. മരിച്ചവർ വേട്ടക്കാരല്ലെന്നും നിരപരാധികളാണെന്നും വനവകുപ്പിന്റെ പ്രചാരണം വ്യാജമാണെന്നും നാട്ടുകാർ പറയുന്നു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിസമ്മതിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കായിക വാർത്തകൾ നോക്കാം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ ഇന്ത്യ ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തിട്ടുണ്ട്. KL രാഹുൽ 77 റൺസുമായി റിട്ടയർഡ് ഹർട്ടായി. ദേവദത്തിനൊപ്പം 27 റൺസുമായി ഋഷഭ് പന്ത് ക്രീസിലുണ്ട്. ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രഭാത് ജയസൂര്യ 1 വിക്കറ്റ് എടുത്തു. നേരത്തെ 3 സ്പിന്നർമാരും 2 പേസർമാരുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത്. ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ വെയിൽസിനെ 3-1 തോൽപ്പിച്ചത്. ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെ ഇരട്ട ഗോളിന്റെയും സെഞ്ചുറിയുടെ 1 ഗോളിന്റെയും മികവിലാണ് ഇന്ത്യയുടെ ജയം. സാം വെൽഷാണ് വെയിൽസിനായി ആശ്വാസ ഗോൾ നേടിയത്.